അമേരിക്കയും തമ്മിൽ മാസങ്ങളായി നിലനിൽക്കുന്ന കടുത്ത സൈനിക യൂറോപ്യൻ സംഘർഷങ്ങൾക്കും യുദ്ധാന്തരീക്ഷത്തിനും വിരാമം ഇട്ടുകൊണ്ട് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിർണായക ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി സൂചന. യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു പ്രാഥമിക കരാറിൽ ഒപ്പുവെക്കാൻ ഇറാനും യുണൈറ്റഡ് സ്റ്റേറ്റും സംയുക്തമായി ശ്രമിച്ചു വരികയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ പൊതുമേഖലാ ടെലിവിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ സുപ്രധാന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. അന്താരാഷ്ട്ര സമൂഹവും പാശ്ചാത്യ ശക്തികളും അതീവ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്ന ഇറാന്റെ ആണവ പരിപാടിയെ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാൻ വ്യക്തമായി സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമികമായ സമാധാന ഉടമ്പടിയിൽ എത്തിച്ചേർന്നാൽ അതിനുശേഷമുള്ള കൃത്യം 60 ദിവസത്തിനകം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്തിമ നിബന്ധനകൾക്ക് രൂപം നൽകുമെന്നാണ് അരാഗ്ചി അറിയിച്ചിരിക്കുന്നത്. ഇത് മേഖലയിലെ സൈനിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ദീർഘകാല സമാധാനത്തിനുമുള്ള സുപ്രധാന ചുവടുവെപ്പായി മാറും. ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയയിലും അതിന്റെ സംഭരണത്തിലും രാജ്യത്തിന്റെ മുൻ നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ലെന്ന് വിദേശകാര്യമന്ത്രി വീണ്ടും അടിവരയിട്ട് പറഞ്ഞു. ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇറാന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഈ ആണവ ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകില്ലെന്നും അതിനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനുള്ള ഏക വഴി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ അതിന്റെ സാന്ദ്രത കുറയ്ക്കുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആണവ തർക്കങ്ങൾക്ക് പുറമെ അന്താരാഷ്ട്ര വ്യാപാര മേഖലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന സമുദ്രപാതകളുടെ സുരക്ഷയും നിയന്ത്രണവും സംബന്ധിച്ച കടുത്ത നിലപാടുകളും ഇറാൻ വിദേശകാര്യമന്ത്രി ഈ അഭിമുഖത്തിൽ പങ്കുവച്ചു. ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള ഇറാന്റെ അവകാശത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. യുദ്ധകാലത്ത് ഇറാൻ ഏർപ്പെടുത്തിയ ഈ ടോൾ സംവിധാനം വരും ദിവസങ്ങളിൽ നിയമപരമായി നിലനിർത്താൻ തന്നെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അരാഗ്ചി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെ ട്രാൻസിറ്റ് ചെയ്യുന്ന വിദേശ കപ്പലുകൾക്ക് ഇറാൻ നൽകുന്ന സേവനങ്ങൾക്ക് പകരമായി അവരിൽ നിന്ന് നിശ്ചിത തുക ചാർജ് ചെയ്യാനാണ് രാജ്യം പുതിയ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ കടലിടുക്കിന്റെ സുരക്ഷയും മേൽനോട്ടവും പൂർണ്ണമായും ഇറാന്റെ പരിധിയിൽ വരുന്നതിനാൽ അവിടെ നൽകപ്പെടുന്ന സുരക്ഷാ നാവിക സേവനങ്ങൾക്ക് ആഗോള കപ്പലുകൾ പണം നൽകാൻ ബാധ്യസ്ഥരാണെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നിലപാടിനെ പൂർണ്ണമായും എതിർക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധകാലത്ത് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ ടോൾ സംവിധാനം അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളും വാദിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം നീക്കങ്ങൾ ആഗോള വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് US ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സമാധാന കരാറിന്റെ ഭാഗമായി ഈ ടോൾ വ്യവസ്ഥയെ നിയമവിധേയമാക്കാനാണ് ഇറാൻ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ നയതന്ത്ര നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിയെഴുതാൻ പോകുന്നതാണ്. ഇസ്രയേലിനെതിരെയും അമേരിക്കൻ സാന്നിധ്യത്തിനെതിരെയും കടുത്ത യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്ന ഇറാൻ പെട്ടെന്ന് ചർച്ചകളുടെ പാതയിലേക്ക് വന്നത് അന്താരാഷ്ട്ര നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും സ്വന്തം ആണവ അവകാശങ്ങളിലും സമുദ്ര സുരക്ഷാ അധികാരങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള ഒരു സമാധാനമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ആണവ സമ്പുഷ്ടീകരണ ശേഖരം പൂർണ്ണമായി ഉപേക്ഷിക്കാനോ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റാനോ ഇറാൻ തയ്യാറാകില്ലെന്ന അരാഗ്ചിയുടെ പ്രസ്താവന അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ്. യുറേനിയം രാജ്യത്തിനകത്ത് വെച്ച് തന്നെ ലഘൂകരിക്കാമെന്ന നിർദ്ദേശം പാശ്ചാത്യ ആണവ നിരീക്ഷകർ എത്രത്തോളം വിശ്വസനീയമായി കണക്കാക്കുമെന്നത് കണ്ടറിയണം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് എത്രത്തോളം പ്രവേശനം അനുവദിക്കുമെന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. പ്രാഥമിക കരാർ ഒപ്പുവെച്ചതിനു ശേഷമുള്ള 60 ദിവസങ്ങൾ അതീവ നിർണായകമായിരിക്കും. ഈ കാലയളവിനുള്ളിൽ ആണവ പദ്ധതിയുടെ കൃത്യമായ അളവും നിയന്ത്രണങ്ങളും നിശ്ചയിക്കാൻ സാധിച്ചില്ലെങ്കിൽ സമാധാന ചർച്ചകൾ വീണ്ടും വഴിമുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗത്തിലെയും നയതന്ത്രജ്ഞർക്ക് ഈ സമയപരിധിക്കുള്ളിൽ കടുത്ത സമ്മർദ്ദത്തിന് കീഴിൽ ജോലി ചെയ്യേണ്ടി വരും. ഹോർമുസ് കടലിടുക്കിലെ ടോൾ സമ്പ്രദായം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയുടെ മേലുള്ള ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തെയാണ് കാണിക്കുന്നത്. പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാൻ ചാർജ് ഈടാക്കാൻ തുടങ്ങിയാൽ അത് ആഗോള ഇന്ധന വിലയെ പോലും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിബന്ധന അത്ര എളുപ്പത്തിൽ അംഗീകരിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഒരു വശത്ത് ഇസ്രയേലിന്റെ കടുത്ത സൈനിക ഭീഷണികളും മറുവശത്ത് അമേരിക്കൻ ഉപരോധങ്ങളും നേരിടുന്ന ഇറാനെ സംബന്ധിച്ച് ഈ സമാധാന കരാർ സാമ്പത്തിക ശ്വാസം നൽകുന്ന ഒന്നായിരിക്കും.
യുദ്ധം അവസാനിക്കുന്നതോടെ രാജ്യത്തിന് മേലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുമെന്നാണ് ടെഹ്റാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ചകളിൽ ഇസ്രയേലിന്റെ നിലപാട് എന്തായിരിക്കുമെന്നത് മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് നിർണായകമാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി നിർത്തലാക്കാതെയുള്ള യാതൊരു കരാറും തങ്ങൾ അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇസ്രയേൽ. അമേരിക്ക ഇറാനുമായി നേരിട്ട് ധാരണയിലെത്തുന്നത് ഇസ്രയേൽ നേതൃത്വത്തെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. മേഖലയിലെ പ്രാദേശിക ശക്തിയായ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഈ നയതന്ത്ര ചലനങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഹോർമസ് കടലിടുക്കിലെ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ എത്തുന്നതും അവിടെ ടോൾ ഏർപ്പെടുത്തുന്നതും തങ്ങളുടെ എണ്ണ കയറ്റുമതിയെ ബാധിക്കുമെന്ന ആശങ്ക അവർക്കുണ്ട്. അതിനാൽ ഈ ചർച്ചകളിൽ ഗൾഫ് സഖ്യകക്ഷികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടാകും. അബ്ബാസ് അരാഗ്ചിയുടെ പ്രസ്താവനയിലൂടെ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര ജനതയ്ക്കും വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ശത്രുക്കൾക്ക് മുൻപിൽ രാജ്യം പൂർണ്ണമായി കീഴടങ്ങിയിട്ടില്ലെന്നും സ്വന്തം പരമാധികാരവും ആണവാവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സമാധാനത്തിന് ശ്രമിക്കുന്നതെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഭരണകൂടത്തിന് ഈ അഭിമുഖം സഹായകരമാകും. ആഗോളതലത്തിൽ ചൈനയും റഷ്യയും ഈ ചർച്ചകളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇറാനുമായി അടുത്ത നയതന്ത്ര സൈനിക ബന്ധം പുലർത്തുന്ന ഈ രണ്ട് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം വീണ്ടും വർദ്ധിക്കുന്നത് തടയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. എങ്കിലും മേഖലയിലെ യുദ്ധം അവസാനിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര സുരക്ഷയ്ക്ക് നല്ലതാണെന്ന പൊതുവികാരം അവർക്കുമുണ്ട്. സമാധാന ചർച്ചകളുടെ ഈ പുതിയ ഘട്ടം വിജയിക്കുകയാണെങ്കിൽ അത് അബ്ബാസ് അരാഗ്ചി എന്ന നയതന്ത്രജ്ഞന്റെ വ്യക്തിപരമായ വൻ വിജയം കൂടിയായിരിക്കും. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച് പാശ്ചാത്യ ശക്തികളോട് വിലപേശാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഇറാന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്താം. യുറേനിയം സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ സാന്ദ്രത കുറയ്ക്കാമെന്ന ഇറാന്റെ ഫോർമുല പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകരിച്ചാൽ അത് മറ്റ് ആണവ രാജ്യങ്ങൾക്കും പുതിയൊരു മാതൃകയാകും. ആണവ സാമഗ്രികൾ വിദേശത്തേക്ക് മാറ്റുന്നത് സുരക്ഷാ ഭീഷണിയാണെന്ന ഇറാന്റെ വാദം തള്ളിക്കളയാനാവില്ല. ഹോർമസ് കടലിടുക്കിലെ സർവീസ് ചാർജ് എന്ന ആശയം അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളിൽ പുതിയ തർക്കങ്ങൾക്ക് വഴി തുറക്കും. ഒരു അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെയുള്ള സ്വതന്ത്രമായ കപ്പൽ ഗതാഗതത്തിന് നികുതിയോ ടോളോ ചുമത്താൻ തീരദേശ രാജ്യത്തിന് അവകാശമുണ്ടോ എന്ന ചോദ്യം നിയമവിദഗ്ധർക്കിടയിൽ ചർച്ചയാകും. എല്ലാ പ്രതിസന്ധികൾക്കും ഒടുവിൽ ഇറാനും അമേരിക്കയും ഒരു മേശപ്പുറത്തിരുന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തുന്നത് ലോകത്തിന് മുഴുവൻ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പശ്ചിമേഷ്യയിൽ മറ്റൊരു വൻ യുദ്ധത്തിന്റെ സാധ്യതയാണ് ഇതിലൂടെ ഒഴിവാക്കുന്നത്. ഈ പ്രാഥമിക കരാർ എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്നും മേഖലയിൽ ശാശ്വതമായി സമാധാനം പുലരുമെന്നുമാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ പ്രത്യാശിക്കുന്നത്.